ആന ചവിട്ടി കണ്ണേതാണ്, മൂക്കേതാണ്, ചെവിയേതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ചില ഡെഡ് ബോഡികൾ മിക്ക ദിവസവും വഴിയരികിൽ ലഭിക്കുന്നു. ഒരു വർഷത്തിൽ ഏകദേശം 15ഓളം ആനയുടെ ആക്രമണം നേരിട്ട ഒരു ഗ്രാമത്തിന്റെ കഥയാണിത്. ആന മാത്രമല്ല, മറ്റു വന്യജീവികൾ കൊണ്ടും ഈ പറഞ്ഞിരിക്കുന്ന ഗ്രാമം കുപ്രസിദ്ധി ആർജിച്ചിട്ടുണ്ട്. രാത്രി 8 മണിക്ക് ഉറങ്ങുന്ന ഗ്രാമം. 8 മണിക്ക് ശേഷം വല്ല ചരക്ക് വണ്ടികളും മാത്രമേ ഈ ഗ്രാമത്തിലൂടെ കടന്നു പോകാറുള്ളൂ. ആ ഗ്രാമത്തിൽ സംഭവിച്ച ഒരു അപകടത്തിന്റെ അല്ല, ആ അപകടത്തിന് ശേഷം സംഭവിച്ച ചില കാര്യങ്ങളുടെ കഥയാണ്, അല്ലെങ്കിൽ ശേഷം സംഭവിച്ച ചില വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഈ ഗ്രാമത്തിനെ നമുക്ക് സാങ്കല്പികമായി ആനയിറങ്ങാം ചോല എന്ന് വിളിക്കാൻ പറ്റും. പേര് പോലെ തന്നെ ആനയാണ് ഈ ഗ്രാമത്തിന്റെ പ്രധാന പ്രശ്നം. സോ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ശരീരം മൊത്തം ചോര ഒലിപ്പിച്ചുകൊണ്ട് അനന്തു എന്ന് പറഞ്ഞ യുവാവ് ഈ ആനിറങ്ങം ചോല എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ ഒരു വീടിന്റെ കതക് തട്ടുന്നു. ദാസനും മുത്തുലക്ഷ്മിയുമാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. ദാസൻ മനസ്സില്ലാ മനസ്സോടുകൂടി കതക് തുറക്കുമ്പോൾ ചോരയിൽ കുളിച്ചു നിൽക്കുന്ന ഈ രൂപത്തിലുള്ള അനന്തുവിനെയാണ് കാണുന്നത്. അനന്തു പറയുന്നു, ഒരു സുഹൃത്തിന്റെ കല്യാണത്തിൽ പങ്കെടുത്ത് നാട്ടിലേക്ക് ഒരു ഷോർട്ട് കട്ട് അടിച്ചു വരികയായിരുന്നു ഈ ഗ്രാമത്തിലൂടെ ഞങ്ങൾ. പെട്ടെന്ന് ഞങ്ങളുടെ മുന്നിൽ ആന വരികയും ആനയിൽ നിന്ന് വെട്ടിച്ച് ഞങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു കുഴിയിലേക്ക് വീണു. ഞാൻ എന്തോ ഭാഗ്യത്തിന് ഈ ഒരു അവസ്ഥയിൽ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്, എന്നാൽ എൻ്റെ സുഹൃത്തിന് നടക്കാൻ കഴിയുന്നില്ല. അവൻ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. കരഞ്ഞു പറഞ്ഞ് ഇവരുടെ കാലിലേക്ക് വീഴുന്ന അനന്തുവിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ മുത്തുലക്ഷ്മിക്കും ദാസനും കുറച്ച് അലിവ് തോന്നുകയാണ്. അങ്ങനെ ദാസൻ തൊട്ടടുത്ത് വീടുള്ള മുകിലിനെയും കൂട്ടി ഈ അപകട സ്ഥലത്ത് പോയി മനുവിനെ രക്ഷിക്കാമെന്ന് ഏൽക്കുന്നു. അങ്ങനെ ആ അപകട സ്ഥലത്ത് അവരെത്തുന്നു. ഏറെ നേരത്തെ തിരച്ചിന് ശേഷം അപകടം നടന്ന് ഏകദേശം 1/2 മൈലിനപ്പുറം ഒരു കുറ്റിക്കാടിൽ നിന്നും വീണ്ടും ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഈ മനുവിനെ അവർക്ക് കിട്ടുന്നു. മനുവിനെ അവർ കണ്ടെടുത്ത് മുകിലും ദാസനും ആ കുറ്റിക്കാട്ടിൽ നിന്ന് പുറത്ത് കൊണ്ടുവരുമ്പോൾ അനന്തുവിനെ കാണാനില്ല. ദാസനും മുകിലിനും അപ്പം തോന്നുന്നത് ഈ അപകടം ഞങ്ങളോട് ഒന്ന് പറഞ്ഞ് ഈ അപകടത്തിൽ നിന്ന് ഇവൻ തലയൂരി എന്നായിരുന്നു. എന്തായാലും കിട്ടിയ ആൾക്ക് ജീവനുള്ളത് കൊണ്ട് തന്നെ തൊട്ടടുത്ത് വന്ന ഒരു ചരക്ക് വണ്ടിക്ക് കൈ കാണിച്ച് ഈ പറഞ്ഞിരിക്കുന്ന മനുവിനെയും കൂട്ടി ഇവർ ഹോസ്പിറ്റലിൽ എത്തുന്നു. അനന്തുവിനും മനുവിനും അപകടം പറ്റിയ ആ സ്ഥലത്ത് നിന്ന് പിറ്റേ ദിവസം ഒരു ഡെഡ് ബോഡി ലഭിക്കുന്നു. ആ ഡെഡ് ബോഡി ഇവരിൽ ഒരാളുടേതായിരുന്നു. മനസ്സിലായില്ല അല്ലേ? അതായത് നമ്മൾ പറഞ്ഞ കഥയനുസരിച്ച് മനുവിനെ എടുത്ത് ദാസനും മുകിലും ഹോസ്പിറ്റലിൽ എത്തുന്നു. ഒരു ദിവസം കഴിഞ്ഞ് മനു കണ്ണു തുറക്കുന്നു. സാരമായ പരിക്കുകൾ ഉണ്ടായിരുന്നു. കണ്ണു തുറന്ന മനു ഉടൻ തന്നെ അനന്തുവിനെ കുറിച്ച് അന്വേഷിക്കുന്നു. അനന്തുവിനെ കുറിച്ച് അറിയില്ല എന്നും അന്ന് മനുവിനെ കാണിച്ചു തന്നതിന് ശേഷം അനന്തുവിനെ ഈ പറഞ്ഞ ദാസനോ മുകിലോ കണ്ടിട്ടില്ല എന്നും പറയുന്നു. തുടർന്ന് അനന്തുവിന്റെ വീട്ടിലേക്കും കൂട്ടുകാരിലേക്കും ഒക്കെ കോൾ ചെയ്യുകയും അവിടെയൊന്നും അനന്തു എത്തിയിട്ടില്ല എന്ന് മനസ്സിലാകുന്നു. പക്ഷെ പിറ്റേ ദിവസം ഈ പറഞ്ഞ അടിവാരത്ത് തേയില നുള്ളാൻ പോയ കുറച്ച് സ്ത്രീകൾ ഒരു ബോഡി കാണുന്നു. ആ ബോഡി തിരിച്ചറിയുന്നു അത് അനന്തുവിൻ്റെയാണ്. ആ ബോഡി അതേ ഹോസ്പിറ്റലിലെ മോർച്ചറിയിലേക്ക് എത്തുന്നു. ഈ വാർത്ത മനുവും മുകിലും ദാസനും അറിഞ്ഞു. മാത്രമല്ല അവിടുത്തെ ഹോസ്പിറ്റലും ഇവർ വഴി പോലീസും അറിയുന്നു. അതോടുകൂടി സംശയത്തിന്റെ ചെറിയ ഒരു നിഴൽ ഈ പറഞ്ഞിരിക്കുന്ന ദാസന്റെയും മുകിലിന്റെയും അടുത്തെത്തുന്നു. ഇവർ പറഞ്ഞ കഥ അത്ര വിശ്വസനീയമല്ല എന്നായിരുന്നു പോലീസ് പറഞ്ഞിരുന്നത്. പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞ ചില കാര്യങ്ങൾ ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. അപകടത്തിന്റെ ആ സമയത്ത് തന്നെ അനന്തു മരിച്ചിരുന്നു. സ്പോട്ട് ഡെഡ് എന്നായിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അറിയിച്ചത്. അതായത് 10 മണിയുടെയും 11 മണിയുടെ ഇടയ്ക്കാണ് ഇവർക്ക് അപകടം സംഭവിക്കുന്നത്. അപ്പോൾ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന അനന്തു അവിടെ വെച്ച് മരിക്കുകയുണ്ടായി. തുടർന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ മുകിലും ദാസനും പറഞ്ഞുള്ള കഥയാണ്. അത് ഉള്ളതാണോ എന്നായിരുന്നു പോലീസ് ആദ്യം അന്വേഷിച്ചത്. അതായത് 11 മണിക്ക് ശേഷമാണ് ഈ അനന്തു ദാസനെ കാണാൻ പോകുന്നതും ദാസനും മുകിലും വന്ന് മനുവിനെ രക്ഷിക്കുന്നതും. അതിനുശേഷം അനന്തു അപ്രത്യക്ഷമായി. എന്ന് പറഞ്ഞാൽ മരിച്ചു കിടന്ന ഒരാൾ ദാസന്റെയും മുകിലിന്റെ അടുത്തെത്തി സ്വന്തം സുഹൃത്തിനെ രക്ഷിക്കണം എന്ന് പറയുകയും അവരുടെ കൂടെ കുറച്ചു നേരം ഉണ്ടാവുകയും ചെയ്തു എന്നാണ് ഇവർ പറഞ്ഞ, അല്ലെങ്കിൽ ഇവർ കൊടുത്ത മൊഴി. തുടർ അന്വേഷണത്തിലും ഫോറസ്റ്റിന്റെ ഗാർഡ്സ് വെച്ചിരിക്കുന്ന CCTVയിലും ഈ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കുകയുണ്ടായി. അതിനെല്ലാം വ്യക്തമായ തെളിവുകളും അന്ന് ലഭിക്കുകയുണ്ടായി. ഞാൻ ഈ പറഞ്ഞ കഥ ഇന്നും ഇത് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെയും ഈ പറഞ്ഞിരിക്കുന്ന ഗ്രാമത്തിൻ്റെയും കുറേ കെട്ടുകഥകളിലോ, അല്ലെങ്കിൽ അവർ ഇതുവരെ വിശ്വസിച്ചെത്താൻ പറ്റാത്ത കഥകളിലോ, അല്ലെങ്കിൽ അവർക്ക് അറിയാതെ കിടക്കുന്ന ചില കാര്യങ്ങളിലോ കിടക്കുന്നു. നമുക്കിതിൻ്റെ സയൻസ് വശവും അതുപോലെ തന്നെ പാരസൈക്കോളജി എന്താണ് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അപകടത്തിൽപ്പെട്ട ഒരു ലേഡി ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി കയറി വരികയും എന്നെയും എൻ്റെ അമ്മയെയും രക്ഷിക്കണമെന്ന് പറയുകയും പോലീസുകാരെയും കൂട്ടി അപകട സ്ഥലത്ത് എത്തിയപ്പോൾ അമ്മയെ രക്ഷിച്ചെടുക്കുകയും
മരിച്ചു കിടക്കുന്ന ഈ പോലീസ് സ്റ്റേഷനിലെത്തിയ ലേഡിയാണ് അന്ന് പോലീസ് കണ്ടത്. ഈ പറഞ്ഞിരിക്കുന്ന കഥകളും നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പാരസൈക്കോളജിസ്റ്റുടെ ഇടയിൽ പ്രചാരത്തിലുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ കഥയും ഈ പറഞ്ഞ കഥയും ഇതുപോലെ തന്നെ പല അനുഭവങ്ങളും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാകും. ഇത്തരം കഥകളെ സയൻസ് പ്രധാനമായിട്ടും ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റേജിലാണ് ഉൾപ്പെടുത്തുന്നത്. എന്നാൽ ഇതിനെ പാരസൈക്കോളജി വിളിക്കുന്നത് ക്രൈസിസ് അപ്പരീഷൻ എന്നാണ്. ക്രൈസിസ് അപ്പരീഷൻ എന്താണെന്നുള്ളതും അല്ലെങ്കിൽ സയൻസുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഹാലൂസിനേഷൻ എന്തുകൊണ്ട് അനുഭവപ്പെട്ടു എന്നുള്ളതും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇത്തരം അനുഭവങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ലൈഫിനകത്ത് ഉണ്ടായിട്ടുണ്ടാകാം. എന്തായാലും ഇതാണ് ഇന്നത്തെ കഥ അല്ലെങ്കിൽ ഇന്നത്തെ കഥയുടെ സയൻസും മറ്റു കാര്യങ്ങളും. അപ്പോൾ നമുക്ക് മറ്റൊരു കഥയായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.